ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം കൊറിയറിൽ ഒരു 2-3 പേജ് എനിക്ക് അയച്ചു കിട്ടി. അതൊരു പഴയ ലേഖനമായിരുന്നു. ആലോചിക്കണം, ആ ലേഖനത്തിൽ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നിങ്ങളൊക്കെ ഇപ്പോൾ സൂപ്പർ ലേഡി സ്റ്റാർ എന്ന് പറയുന്ന മഞ്ജു വാര്യരുടെ ഒരു സിനിമയിലെ രംഗമാണെന്നാണ് പറഞ്ഞു കാണിച്ചിരിക്കുന്നത്. ആ രംഗം വളരെ മോശമായിരിക്കുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾ തന്നെയാണ് എഴുതിയിരിക്കുന്നത് സംശയമുണ്ട്. അത് അശ്ലീലമായൊരു രംഗമായിരുന്നു. അങ്ങനെ അശ്ലീലമായ രംഗത്തിൽ അഭിനയിച്ച മഞ്ജു വാര്യരെ ഇപ്പോൾ വെള്ള പൂശുന്നു എന്തിന് എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ മാറ്ററിൻ്റെ കൂടെ ഒരു കത്ത് കൂടി അയച്ചിരിക്കുന്നത്. ആലോചിക്കണം. അപ്പോൾ ഞാനത് വായിച്ചു നോക്കി. ശരിയാണ്, ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്തുള്ള ഒരു മാറ്റർ തന്നെയാണ്. പക്ഷേ ആ പറയുന്ന സംഭവത്തിൻ്റെ ഷൂട്ടിങ്ങിന് ഞാൻ പോയിട്ടുള്ളതാണ്. രാത്രിയാണ് ഷൂട്ടിംഗ് നടന്നത്. തൃശ്ശൂർ ഭാഗത്താണ് എൻ്റെ ഷൂട്ടിംഗ് നടന്നിട്ടുള്ളത്. ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയുള്ള ലൊക്കേഷനായിരുന്നു അത്. അതൊക്കെ എനിക്ക് പെട്ടെന്നാണ് എനിക്ക് ഈ കാര്യം മനസ്സിലായി. ഞാൻ അയാളെ വിളിച്ച് പറഞ്ഞു, അതെ, ഇത് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള അശ്ലീലമായിട്ടുള്ള സീനൊന്നും ആയിരുന്നില്ല. ഇത് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഉദ്ദേശം മനസ്സിലായി. ദിലീപും മഞ്ജു വാര്യരും തമ്മിലുള്ള രംഗമാണെന്ന് ആലോചിക്കണം. അപ്പോൾ ആ രംഗം എന്ന് പറഞ്ഞാൽ അവിടെ ഈ സംഭവം കുടമാറ്റം എന്നുള്ള സിനിമയാണെന്നാണ്. ഈ കുടമാറ്റം എന്നൊരു സിനിമ, ആ സിനിമയിലാണ് ഇവരുടെ പ്രണയം മൂത്ത് എന്ന് പറഞ്ഞാൽ ഇനി ഇതിനപ്പുറത്ത് പോകാനില്ല. എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ചാൽ മതി. അല്ലെ അതിൻ്റേതായുള്ള കാര്യങ്ങൾ അത് ഇത്രയും വിശദമായിട്ട് എനിക്ക് കൂടുതൽ പറയാൻ പറ്റില്ല. അത്രയും മൂത്ത് നിൽക്കുന്ന ഒരു സമയമായിരുന്നു ആ കുടമാറ്റ സമയത്തുള്ളത്. അപ്പോൾ ചോദിക്കും, തുടങ്ങിയത് സല്ലാപം. അതാകെ 3 പടമല്ലേ ഇവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളൂ. സല്ലാപം, ഈ പുഴയും കടന്ന്, കുടമാറ്റം. ഈ 3 പടത്തിലേ ഇവർ ഒരുമിച്ച് നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ളൂ. അപ്പോൾ സല്ലാപത്തിൽ തുടങ്ങിയ അവിടെയാണ് വിത്തിട്ടത്, പ്രണയത്തിൻ്റെ വിത്ത് ഇട്ടത് അവരവിടെയാണത്. അത് കുറച്ചും കൂടി കഴിഞ്ഞു. പക്ഷേ ഇതിന് കുറച്ചും കൂടി വളം വയ്ക്കാൻ സുന്ദർദാസ് ആണെന്ന സംവിധായകനായിരുന്നു നിലയ്ക്കണം. സുന്ദർദാസ് ദിലീപിൻ്റെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്താണ്. രാമേന്ദ്രബാബു ആണ് അതിൻ്റെ ക്യാമറമാനായിരുന്നത്. അപ്പോൾ രാമേന്ദ്രബാബു ക്യാമറയിലൂടെ ഇവരുടെ വിക്രികളൊക്കെ അത്യാവശ്യം കാണാറുണ്ട്. സുന്ദർദാസായിട്ട് സംസാരിച്ച് പോട്ടെ, കാരണം അത് സിനിമയ്ക്ക് ഗുണം ചെയ്യും എന്നാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെ പോയി. പിന്നെ ഇത് കുറച്ചും കൂടി പരസ്യമായത് ഈ പുഴയും കടന്നപ്പോഴാണ്. അത് കമലാണ് അത് പുറത്തു വിടാൻ കാരണം ശരിക്കും. അപ്പോൾ അവിടെ രണ്ടാമത്തെ പടം വന്ന് കുറച്ചും കൂടിയും, അതായത് പ്രണയത്തിൻ്റെ തീഷ്ണത അത് പല രൂപത്തിൽ അത് അഭിനയിക്കുന്ന കാര്യത്തിൽ, തൊട്ടഭിനയിക്കുമ്പോഴും വാക്കുകൾ പറയുമ്പോഴും അവർ ഫ്രീ ആയിരിക്കുമ്പോഴും അത് പ്രണയത്തിൻ്റെ കാര്യങ്ങളാണ്. നമ്മളത് കുറ്റപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുകയാണ് 3ാമത്തെ ഈ സിനിമ കുടമാറ്റം വന്നത്. ആ കുടമാറ്റം വന്നപ്പോഴും അതിൻ്റെ ക്യാമറമാനും രാമേന്ദ്രബാബുവാണ്, സുന്ദർദാസാണ് അതിൻ്റെ സംവിധായകൻ ആലോചിക്കണം. അതൊരു ഉത്സവ പ്രതീതിയുള്ളൊരു സിനിമയാണ്, ഉത്സവ ലൊക്കേഷനിൽ. അപ്പോൾ അതിൽ ചെണ്ടക്കാരൻ്റെ റോളിലാണ് ശരിക്കും ദിലീപ് അഭിനയിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാമുകിയാണ് ശരിക്കും ഈ മഞ്ജു വാര്യർ ആലോചിക്കണം. അപ്പോൾ അവിടെ ഏറ്റവും രസം പറഞ്ഞു അപ്പോൾ അവർ പറയാറുണ്ട്, പിന്നീട് രാമേന്ദ്രബാബു തന്നെ ഒരിക്കൽ പറയാറുണ്ടാവും, എനിക്ക് സത്യത്തിൽ ഇവർ 2 പേരുടെ സീൻ ഷൂട്ട് ചെയ്യാനായിരുന്നു കൂടുതൽ ആഗ്രഹം. കാരണം നമ്മൾ പറയുന്നതിനപ്പുറം അവർ ചെയ്യതില്ലേ. ക്യാമറ വെറുതെ വെച്ചാൽ മതി. കാരണം മഞ്ജു വാര്യർ എന്നിട്ട് അഭിനയിക്കും, ദിലീപുണ്ട്, അത്രയും സീനും കൊടുത്ത് തൊട്ടഭിനയിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടഭിനയിക്കുന്ന സീൻ എത്ര കണ്ട് മനോഹരമാക്കാൻ പറ്റും അതായിരിക്കും. അപ്പോൾ അതിന് കഴിഞ്ഞപ്പോൾ പിന്നെ എടുക്കേണ്ട ഒരു സീൻ വന്നു. അന്ന് ഞാൻ അവിടെ ഉണ്ടെന്നാണ് ആ സീൻ എടുക്കുന്നതിൽ, രാത്രി എഫക്റ്റിൽ, നൈറ്റ് എഫക്റ്റിൽ എടുക്കുന്നതായിരിക്കണം. ആ എഫക്റ്റ് എടുക്കുമ്പോൾ വെച്ചാൽ ഈ ഉത്സവത്തിൻ്റെ ഇയാൾ ചെണ്ടക്കാരാണ്. ആ ഒരു പാട്ട് സീനാണത് രാത്രി. കാരണം രാത്രി മൂഡിലുള്ള ഒരു പാട്ട് സീനാണ് കൂടുതൽ തരം. അപ്പോൾ അതെടുക്കുമ്പോൾ ആ പാട്ട് സീൻ വെച്ചാൽ ആ പാട്ട് നല്ല മനോഹരമായൊരു പാട്ടുമാണ്. അതിൻ്റെ മൂഡ് ലൈറ്റപ്പിലായിരിക്കും, ആ മറ്റു കാര്യത്തിലായാലും അന്തരീക്ഷം വളരെയധികം മനോഹരമായിട്ടാണ്. പടം നന്നായിട്ട് ഓടിയെന്ന് ചോദിച്ചാൽ നന്നായിട്ട് ഓടിയിട്ടില്ല, വേറെ കാര്യം. പക്ഷേ അതിൻ്റെ എടുത്ത രീതിയൊക്കെ അതിമനോഹരമായിരുന്നാലേക്കണം. അപ്പോൾ ആ പാട്ട് സീനിൽ ദിലീപിൻ്റെ കയ്യിൽ നിന്ന് ചെണ്ടക്കോൽ പിടിച്ചു വാങ്ങി മഞ്ജു വാര്യർ ഓടുന്നൊരു സീനാണുള്ളത്. ആ ഓടുന്ന സീനിൽ തൻ്റെ ചെണ്ടക്കോല് പിടിച്ചു വാങ്ങാൻ വേണ്ടി ദിലീപ് മഞ്ജു വാര്യർ പുറകെ പോകുന്നു. പുറകെ പോയിട്ടും കൊടുക്കാൻ പറ്റില്ല. തൻ്റെ കയ്യിൽ നിന്ന് കെട്ടിമറിഞ്ഞിട്ടും അപ്പോൾ കെട്ടിമറിയുന്നു എന്ന് പറയാൻ കാരണം അപ്പോൾ അവിടെയൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ഇവർ 2 പേരും കാഴ്ചക്കാരായിട്ടാണ് സംവിധായകനും ക്യാമറമാനും നിൽക്കുന്നത്. കാരണം ഇങ്ങനെ ഫ്രീ ആയി വിട്ടിരിക്കുകയാണത്. അവരോടും പറഞ്ഞിട്ടുണ്ട്, ഇത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. കാരണം നിങ്ങൾ ഒന്നാമത് സിനിമയിൽ ഈ കഥാപാത്രങ്ങൾ പ്രണയിക്കുന്നവരാണ്.
രണ്ടാമത് നിങ്ങൾ റിയൽ ജീവിതത്തിലും പ്രണയിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് കെട്ടിമറിയുകയോ ഇത് പിടിച്ചു പറിയുകയോ എന്തും ചെയ്യാം. അപ്പോൾ തൻ്റെ കയ്യിൽ നിന്ന് ഈ ചെണ്ടക്കോല് നഷ്ടപ്പെട്ടു പോകുമെന്ന് മഞ്ജു വാര്യരുടെ കഥാപാത്രം തോന്നിയ നിമിഷത്തിൽ മഞ്ജു വാര്യർ ചെണ്ടക്കോല് ബ്ലൗസിലെ ഉള്ളിലേക്ക് ഇട്ടുകൊണ്ട് ഓടുക എന്നറിയിക്കണം. ആ ഓട്ടത്തിൽ ദിലീപിന് പിടിക്കാൻ പറ്റുന്നില്ല. ദിലീപ് പുറകേടി എന്ത് കണ്ടാലും ഇത് പിടിച്ചേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ വളരെ രസകരമായിട്ടുള്ള സീൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. മഞ്ജു വാര്യർ പിടിക്കാമെന്ന് പിടികൊടുക്കുന്നില്ല. ദിലീപ് ഇപ്പോൾ പിടിച്ചു എന്ന ഘട്ടം വരുന്നു. മഞ്ജു വാര്യർ വീഴുന്നു, അവിടെ എണീറ്റ് പോകുന്നു. അവസാനം പിടിച്ച് നിർത്തി ബലമായി മഞ്ജു വാര്യരുടെ ബ്ലൗസിൽ ദിലീപ് കൈയിട്ട് ഈ ചെണ്ടക്കോല് പുറത്തെടുക്കുന്ന സീനായിരുന്നു ആലോചിക്കണം. അപ്പോൾ ആ സീൻ എല്ലാവർക്കും ഇഷ്ടമായി. പക്ഷെ അതിനിടെ വേറൊരു കാര്യം നടന്നിരിക്കുന്ന ആലോചിക്കണം. അപ്പോൾ അതിനിടയിൽ ഇത് ഓക്കെ ആണോ എന്ന് ചോദിക്കുക. ദിലീപ് സുന്ദർഹാസനോട് പറഞ്ഞു കുറച്ച് ടേക്ക് പൊക്കോട്ടെ കേട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 8 ടേക്കാണ് നടത്തിയിരിക്കുക. അങ്ങനെ ശരിക്കും ഫസ്റ്റ് ടേക്ക് ഓക്കെ തന്നെയാണത്. അങ്ങനെ ആ ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയ ആ സീൻ 8 പ്രാവശ്യം എടുത്തു എന്നാലോചിക്കണം. ഇതെന്തുകൊണ്ടാണ്? ഇത് മഞ്ജു വാര്യർക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ടേക്ക് ഓക്കെ ആവാതിട്ടല്ല, ഇതൊരു കളി തന്നെയാണ്. അപ്പോൾ പ്രണയം മൂത്തിരിക്കുന്നതുകൊണ്ട് അന്ന് മഞ്ജു വാര്യരും അതിങ്ങനെ സമ്മതിച്ചു എന്നുള്ള കാര്യം സത്യം. ഇതാണ് സത്യത്തിൽ ഇങ്ങനെയൊരു സംഭവം വന്നപ്പോൾ നമുക്ക് കാണാൻ രസകരമാണ്. പറയുമ്പോഴൊക്കെ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അങ്ങനെ ബ്ലൗസിൽ കൈയിട്ടു എന്ന് പറയാമോ? ബ്ലൗസിൽ കൈയിടുന്നത് ചെണ്ടക്കോര് എടുക്കാമെന്ന് പറയുമ്പോൾ ചെണ്ടക്കോര് മാത്രമല്ലല്ലോ ദിലീപ് എടുത്തിട്ടുണ്ടായിരിക്കില്ല എന്നൊക്കെ ഒന്നൊരു കമൻറ്റ് വന്നിട്ടുള്ള സമയത്തായിരിക്കണം. പക്ഷേ അതൊക്കെ അതിൻ്റേതായ രീതിയിൽ എല്ലാവരും ആസ്വദിച്ചു. പക്ഷെ മാറിയ സാഹചര്യത്തിൽ മഞ്ജു വാര്യർ കുറേ സിനിമകളിൽ അഭിനയിച്ചു, നല്ല കഥാപാത്രങ്ങൾ അഭിനയിച്ചു. ശരിക്കും സൂപ്പർ സ്റ്റാർ, ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് വന്നു. വിവാഹം കഴിഞ്ഞ് പോയി തിരിച്ചു വന്നതും അതിൻ്റെ ഉത്തേജനമാണ്. ഇപ്പോൾ തമിഴിൽ ഏറ്റവും കൂടുതൽ രജനികാന്തിൻ്റെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സാധനം തിരഞ്ഞെടുത്ത് എനിക്ക് അയച്ചു എന്ന് ആലോചിക്കണം. ആ പടം പരാജയപ്പെട്ടെങ്കിലും അവരുടെ അവസാനത്തെ സിനിമയായിരുന്നു 3 പേരുടെയെങ്കിലും. പിന്നീട് ഒരുമിച്ച് ജീവിതം തുടങ്ങിയെങ്കിലും അവർക്ക് ഒരുമിച്ച് കുറേ വർഷത്തിന് ശേഷം പിന്നീട് അവർ വേർപിരിയേണ്ടി വന്നു. വേർപിരിയുമ്പോഴും ഇത്തരം കാര്യങ്ങൾ അവരുടെ സുഹൃത്തുക്കളും സിനിമയിലെ ആൾക്കാരും പറഞ്ഞ് ഓർമ്മിപ്പിക്കാറുണ്ട് എന്നാലോചിക്കണം. ശരിയാണ്, നമ്മൾ എത്ര അകന്നിരുന്നാലും ശരി, കഴിഞ്ഞ കാലത്തെ നടന്ന ചില രസകരമായ സംഭവങ്ങൾ നമ്മുടെ ദുഃഖം വരുമ്പോൾ, വേദന വരുമ്പോൾ ഇത് ഓർക്കാൻ ഏറ്റവും നല്ലൊരു മരുന്നായിട്ട് തന്നെയാണ് ഇരുവരും കണ്ടതെന്ന് ആലോചിക്കണം. ഇത് ഇവരുടെ മാത്രം കഥയല്ല. ഇങ്ങനെ പ്രണയിച്ച് സിനിമ ചെയ്ത എത്രയോ പേരുടെ അനുഭവങ്ങളുണ്ട്. അവരൊക്കെ ഇതല്ലെങ്കിൽ വേറെ രീതിയിലൊക്കെ ആ സിനിമയ്ക്ക് അത്രമാത്രം രസകരമായി അഭിനയിച്ചിട്ടെന്ന് ആലോചിക്കണം. ഇപ്പോൾ ലിപ് ലോക്ക് ചുംബനം നടക്കുന്നുണ്ട്. ചുംബനത്തിൻ്റെ മൂഡ് തന്നെ പല രീതിയിലുണ്ട്. അപ്പോൾ അതെന്തായാലും ഇപ്പോൾ 2 പേരും മഞ്ജു വാര്യർ അഭിനേത്രി എന്ന നിലയിൽ സജീവമായി കൊണ്ടിരിക്കുന്നു. നിർമ്മാതാവ് എന്ന നിലയിലും കൂടുതൽ സജീവമാവാൻ പോകുന്നു. ദിലീപാണെങ്കിൽ ഈ കഷ്ടനഷ്ടങ്ങൾക്കിടയിലും കേസുകൾക്കിടയിലും സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു, നിർമ്മാണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ ചുരുക്കം പറഞ്ഞാൽ പലരും ദിലീപേ നിൻ്റെ സിനിമ പരാജയപ്പെടുകയാണല്ലോ, ഇനി എന്തു ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ദിലീപ് പറഞ്ഞതിങ്ങനെയാണ്: അഭിനയത്തിൻ്റെ കാര്യത്തിൽ എന്നെ എന്തു ചെയ്താലും ശരി, എനിക്ക് സിനിമ നിർമ്മിക്കാം, എനിക്ക് സംവിധാനം ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ അവരുടെ രീതി, അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. ഒരു കാര്യം ഉറപ്പാണ്, ഈ സിനിമയെക്കുറിച്ച്, അതായത് ഇവർ 2 പേരും അഭിനയിച്ച ചെണ്ട കോലിൻ്റെ ആ സിനിമയെക്കുറിച്ച് എന്ത് പറയുമ്പോഴും അതൊരു അശ്ലീല രംഗമാണ് എന്ന് പറഞ്ഞ് പരത്താൻ ശ്രമിക്കുന്ന ഈ സമയം പോലും അത് ശരിയല്ല, അത് കലാപരമായൊരു സിനിമയായിരുന്നു എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ.